ഹലോ, നമസ്കാരം. സമീൻ എന്ന് പറയുന്ന പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ റിലീസായിരിക്കുകയാണ്. ഒരു ഹിന്ദി സിനിമ റിലീസായിരിക്കുകയാണ്. കാജൽ, പൃഥ്വിരാജ്, ഇബ്രാഹിം ഖാൻ, സൈഫ് അലി ഖാൻ്റെ മകനായിട്ടുള്ള ഇബ്രാഹിം ഖാൻ എന്നിവരൊക്കെയാണ് മെയിൻ റോളുകളിൽ അഭിനയിക്കുന്നത്. ദേറിൻ ദ ലീഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് ഒരു സത്യത്തിലൊരു പരാജയത്തിലേക്ക് പോവുകയാണെന്നുള്ളതാണ് വാസ്തവം. കാരണം എന്ന് പറയുന്നത് അത് എൻ്റെ ഒരു സിനിമ എൻ്റെ ഒരു ക്രാഫ്റ്റ് അത്ര ശരിയല്ല, സ്ക്രിപ്റ്റ് ശരിയല്ല, അങ്ങനെയൊക്കെ ഉള്ള പോരായ്മകൾ ആ സിനിമയ്ക്കുണ്ട്. പിന്നെ പൃഥ്വിരാജിൻ്റെ അഭിനയത്തെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പൃഥ്വിരാജ് ഭേദപ്പെട്ട രീതിയിൽ അഭിനയിച്ചു എന്നുള്ള രീതിയാണ് നിൽക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, സിനിമ ഒരു ആവറേജ് പടമാണ്, ആവറേജ് പോലും വന്നതാണെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ പൃഥ്വിരാജിൻ്റെ അഭിനയം എന്ന് പറയുന്നത് ഭേദപ്പെട്ട രീതിയിലാണല്ലോ ഇപ്പോൾ പുള്ളി അഭിനയിക്കുന്നത്. ഒരു അത്യാവശ്യം മികച്ച രീതിയിലാണ് ഇപ്പോൾ ഒരു 10 വർഷമായിട്ടൊക്കെ പൃഥ്വിരാജ് അഭിനയിക്കുന്നത്. പണ്ട് പൃഥ്വിരാജിൻ്റെ ഒരു എതിരെയുള്ള അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് പൃഥ്വിരാജ് ഒരു ഫേഷ്യൽ ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്ത നടനാണെന്നുള്ളൊരു അഭിപ്രായ വ്യത്യാസം പണ്ടുണ്ടായിരുന്നു. പലപ്പോഴും ഒരു ഫേഷ്യലി അത്ര ഒരു ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു നടനല്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു മുഖത്ത് ഒരു പിടുത്തം ഉണ്ടായിരുന്നു പണ്ടെന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇദ്ദേഹം ബോഡി നല്ല ഒരു കഥാപാത്രത്തെ ഇദ്ദേഹം പ്രസൻറ്റ് ചെയ്യുമെങ്കിലും ഒരു ഫേഷ്യലി ഇദ്ദേഹത്തിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി അത് ആൾക്കാർക്ക് അത്ര ഇഷ്ടമുള്ള ഒരു കാര്യമല്ലായിരുന്നു. എന്തോ ഒരു സ്റ്റിഫ്നെസ്സൊക്കെ മുഖത്ത് ഫീൽ ചെയ്യുമായിരുന്നു. അപ്പോൾ എന്നാൽ ഇപ്പം പൃഥ്വിരാജ് അഭിനയിക്കുന്നത് വളരെ എന്താണ് പറയുന്നത്, ഒരു മികച്ച രീതിയിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാ സിനിമകളും. ഇപ്പം അയ്യപ്പനും കോശിയും, പാവാട, പിന്നെ അങ്ങനെയുള്ള പിക്കറ്റ് എന്ന് പറയുന്ന ഒരു സിനിമ, പേര് മറന്നുപോയി. പിന്നെ അങ്ങനെ ഒത്തിരി പിന്നെ അതുപോലെ എന്ന് സ്വന്തം മൊയ്തീൻ, അങ്ങനെയുള്ള എല്ലാ സിനിമകളിലും ഇപ്പോൾ പൃഥ്വിരാജ് വളരെ മികച്ച രീതിയിൽ വളരെ നല്ല രീതിയിൽ അഭിനയിക്കും. പണ്ടും അഭിനയിക്കുന്നത്, ഇപ്പോൾ ക്ലാസ്മേറ്റ്സൊക്കെ നല്ല സിനിമയാണ്, ഇന്ത്യൻ റുപ്പി നല്ല സിനിമയാണ്. പിന്നെ പൃഥ്വിരാജിൻ്റെ ഒരു ബോഡിയിലൊക്കെ എന്ന് പറയുന്നത് വളരെ ഒരു പ്രത്യേക രീതിയിലുള്ളതാണ്. ഇപ്പം സ്റ്റോപ്പ് വയലൻസ് എന്ന് പറയുന്ന സിനിമ 10-22 വയസ്സുള്ള സമയത്ത് പൃഥ്വിരാജ് ചെയ്യുന്ന സമയത്ത് അത് വളരെ അത്യുജ്വലമായ രീതിയിൽ പൃഥ്വിരാജ് ആ സിനിമ ചെയ്ത് ആ സമയത്ത് 10-22 വയസ്സുള്ള സമയത്ത്. അതിനുശേഷം ഈ ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന സിനിമ ഒരു 30 വയസ്സൊക്കെ ഉള്ളപ്പോൾ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ ഉജ്ജ്വലമായ രീതിയിൽ ചെയ്തു. അത് പൃഥ്വിരാജിനെ പോലുള്ള ഒരു നടൻ്റെ ഏറ്റവും വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ്. കാരണം ഒരു 7-8 വർഷങ്ങൾക്കിടയിൽ കാര്യമായ മേക്കപ്പ് ഇല്ലാതെ ഇത്രയും മികച്ച രീതിയിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് പറയുന്നത് വേറെ ഒരു നടന്മാർക്കും, പൊതുവേ നടന്മാർക്കാർക്കും പറ്റുന്ന ഒരു കാര്യമല്ല അങ്ങനെ. കാരണം ഈ അതൊരു വലിയൊരു പ്രത്യേകതയാണെന്ന് പറയുന്നത്. സാധാരണ ചിലപ്പോൾ ഒരു 40 വർഷത്തിന് ശേഷം ഒരു നടനും ഇങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇത് ഒരു 7-8 വർഷങ്ങൾക്കുള്ളിൽ തന്നെ കാര്യമായ മേക്കപ്പ് ഇല്ലാതെ ഇത്രയും ഒരു ബ്യൂട്ടിഫുള്ളി എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഇപ്പോൾ പൊതുവെ പൃഥ്വിരാജിൻ്റെ എല്ലാ സിനിമകളിലും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് പൃഥ്വിരാജ് അഭിനയിക്കുന്നത്. ഇപ്പം ഈ ആടുജീവിതമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ അതിൻ്റെ ഒരു ഡെപ്തിലേക്ക് അത് ഇമേഴ്സ് ചെയ്യാൻ, ആ കഥാപാത്രം ഇതിലേക്ക് അതിൻ്റെ ഒരു പ്രൊഫോണ്ടിറ്റിയിലേക്ക് പോകാനാണ്, വളരെ അതിലേക്ക് ഇമേഴ്സ് ചെയ്യാനൊക്കെ പറ്റുക എന്ന് പറയുന്നത് വളരെ പൃഥ്വിരാജിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. പണ്ടിങ്ങനൊന്നും അല്ലായിരുന്നു പൃഥ്വിരാജ്. പണ്ട് പല സിനിമകളിലും പൃഥ്വിരാജിൻ്റെ അഭിനയം എന്ന് പറയുന്നത് അത്ര ഫ്ലെക്സിബിൾ അല്ലായിരുന്നു പണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത് പൊതുവെ ഒരു മിമിക്രിയോ അല്ലെങ്കിൽ എന്താ പറയുന്നത് വല്ല ഒരു സ്ട്രഗ്ലിങ് എലമെൻറ്റോ ഇല്ല പൃഥ്വിരാജിൻ്റെ അഭിനയത്തിനെന്ന് പറയുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് പറഞ്ഞാൽ മിമിക്രി ഇല്ല. ഇപ്പോൾ ദിലീപിൻ്റെ ഒക്കെ സിനിമയ്ക്കകത്ത് പറയുന്നത് മിമിക്രി കാണിക്കും, പലപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ അല്ലെങ്കിൽ ഒരു പാടുപെട്ടായിരിക്കും അഭിനയിക്കുന്നത്. അപ്പോൾ ഇത് പൃഥ്വിരാജിനെ പോലുള്ള നടന്മാർക്കൊക്കെ ഉള്ളൊരു ഗുണമെന്ന് പറയുന്നതാണ്. വലിയ മിമിക്രിയോ അല്ലെങ്കിൽ സ്ട്രഗ്ലിങ് എലമെൻറ്റ് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. അത്ര ഒരു സ്ട്രഗിൾ ചെയ്യാതെ കുറച്ച് ഓർഗാനിക്കായിട്ട്, എന്നാൽ ഒരു റോബോട്ടിക് അല്ലാത്ത രീതിയിൽ ഒരു ഓർഗാനിക്കായിട്ട് ലൈവ്ലി ആയിട്ടൊക്കെ ആണ് ഈ പൃഥ്വിരാജിനെ പോലുള്ള നടന്മാർ അഭിനയിക്കുന്നത്. ഇതിൻ്റെ വലിയൊരു ക്വാളിറ്റി തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ സിനിമയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ എന്തായാലും ഒരു ഫ്ലോപ്പിലേക്ക് പോകാം. കാരണം ഇതിനകത്ത് ഇപ്പോൾ പൃഥ്വിരാജ് ചിലപ്പം പൈസ നോക്കിയായിരിക്കും അഭിനയിച്ചത്. 10-15 കോടി രൂപ ചിലപ്പോൾ പ്രതിഫലം കിട്ടിക്കാണും. ഒരു മലയാള സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 4-5 കോടി രൂപ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ഈ സിനിമയ്ക്കകത്ത് ഒരു ഹിന്ദി സിനിമ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു 10,000-3000 തിയേറ്ററുകളിൽ ചിലപ്പോൾ ഇത് ഓടുന്നതായിരിക്കും. അല്ലാതെ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ എത്രയോ തിയേറ്ററുകളിൽ പോകുന്നതാണ്. അപ്പം അത്രയും ഒരു 15 കോടി രൂപ പ്രതിഫലം കിട്ടും, ഒരു 25 കോടി രൂപയുടെ പ്രശസ്തിയും അംഗീകാരം അറ്റൻഷനും എല്ലാം കൂടെ കിട്ടുമല്ലേ. അപ്പോൾ പിന്നെ ആരായാലും വേണ്ടാന്ന് വെക്കുന്നത്, ഏത് നടനാണ് വേണ്ടാന്ന് വെക്കുന്നത്. അപ്പോൾ പൃഥ്വിരാജിന് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ തന്നെ, അതിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ ചിലപ്പോൾ മനസ്സിലാക്കണം ഇത് പടം ഫ്ലോപ്പിലേക്ക് പോകുമെന്നുള്ള കാര്യം. പിന്നെ പൈസ, റെമ്യൂണറേഷൻ ഒരു വലിയ ഘടകമാണല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പുള്ളി പോയി അതിനകത്ത് അഭിനയിക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പടത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ കാജലൊക്കെ ഉണ്ട്. കാജലും പൃഥ്വിരാജും ഒക്കെ ഉണ്ടായിട്ട് പോലും
ഈ ഒരു പടം ഒരു കാര്യമായിട്ട് പോകുന്നില്ലെന്നുള്ളതാണ് ഒരു പ്രത്യേകത പറയുക. കാജലിനെ പോലെ വളരെ നല്ലൊരു പോലെ എക്സിക്യൂട്ട് ചെയ്യുന്ന അപൂർവം നടിമാരല്ലേ ഉള്ളൂ. പ്രതിഭയുള്ള എന്ന് വെച്ചാൽ അത്രയും ഒരു ലൈവ്ലിയായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള നടിമാരെന്ന് പറയുന്നത് വളരെ കുറച്ച് പേരേ ഉള്ളൂ, കാജലിനെ പോലൊക്കെ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഈ സിനിമയ്ക്കകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പിന്നെ ഒരു എന്താ മാതൃരാജ്യത്തെ സ്നേഹിക്കുക, മകനെ സംരക്ഷിക്കുക, ഇങ്ങനെ മാതൃരാജ്യത്തെ സംരക്ഷിക്കുക, മകനെ സംരക്ഷിക്കുക, ഇങ്ങനെ ഒരു സംഭവമാണ്. എൻ്റെ ഒരു ചില കോൺഫ്ലിക്റ്റൊക്കെയാണ് ഇതിലേക്ക് പോകുന്നത്. പക്ഷേ അത് അങ്ങോട്ട് ഒരു വർക്കൗട്ട് ആകുന്നില്ല, അതിനൊരു ആക്സസിബിലിറ്റി കിട്ടുന്നില്ല, ആക്സസ് കിട്ടുന്നില്ല, അതിന് റീച്ചബിൾ ആകുന്നില്ല, ഒരു കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ട് വരുന്നില്ല. എന്തോ എവിടെയോ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഭയങ്കര ലാഗിങ് ഒക്കെ ഫീൽ ചെയ്യുന്നതായിട്ടുള്ളൊരു അവസ്ഥയാണ് ഈ സിനിമയുടെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ സിനിമ ഒരു വിജയക്കത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.